ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എഗെയിൻ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പല ആൾക്കാർക്കും നമ്മുടെ വെയിൽ കൊണ്ടിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ പെട്ടെന്ന് അവർക്ക് അറിയാവുന്ന അവരുടെ സ്കിന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫേസിൽ ഇങ്ങനെ ചെറിയ 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 ഡോട്ട് ഡോട്ട് ആയിട്ട് ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതിന് എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, അതിനെന്താ ചെയ്യേണ്ടത്, അതെന്താ അങ്ങനെ വരുന്നത്, ഇത് ചെറുതായിട്ട് വന്നിട്ട് പിന്നെ സ്പ്രെഡ് ആവുകയാണ് അല്ലെങ്കിൽ അത് വലുതാവുകയാണ്, അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് ഒരു ഭയങ്കര ഒരു ലെവലിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് അതിനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വിളിക്കാം. അതിനുശേഷം അത് മെലാസ്മ എന്ന് പറഞ്ഞിട്ട് കൈമംഗല്യം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആക്നി വന്നതിന്റെ പാടുകള്, പിമ്പിൾസ് വന്നതിന്റെ പാടുകള്, ചുമ്മാ നമ്മളെ കൊതുക് അടിക്കുമ്പോൾ വരുന്ന പാടുകൾ വരെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വിസിബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് വന്നിട്ടൊന്ന് ഈവൻ സ്കിൻ ടോൺ ആവാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ തന്നെ ഞാനിപ്പോ ഇതൊരു മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവൻ ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ആ പ്രൊഡക്റ്റ് ഓൾറെഡി തീർന്നു, കാരണം എൻ്റെ കയ്യിൽ അതില്ല, അത് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നല്ലതായിരുന്നു. ദെൻ ഈ ഒരു ഫോക്സ്റ്റൈലിന്റെ ഇത് വന്നിട്ട് റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് മിൽക്കി വേ ആണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. ഇതുപോലെ ഒരു പിങ്ക് പാക്കേജിലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാനിതിപ്പോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ കൂട്ടിക്കയറ്റി വെച്ചതാണ്. എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോർമൽ പാക്കേജിങ് കാര്യങ്ങളെല്ലാം ആണ്. കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട്, എനിക്ക് ഈ പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടാണ് എനിക്കൊരു ഈ ഒരു ബോട്ടിലിനെ ഫീൽ ചെയ്തത്. കണ്ടോ, മൊത്തത്തിലൊരു വെറൈറ്റി ഉണ്ട് ഇവരുടെ എല്ലാ സാധനങ്ങൾക്കും. ഇവരുടെ ഈ ഒരു വെറൈറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു കളർ ടോൺ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ മൊത്തത്തിൽ പോയേക്കണേ, ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച്, അങ്ങനെ അങ്ങനെ. അപ്പോ ഇതാണ് ഇവരുടെ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മിൽക്കി വേ സെറം എന്ന് പറയുന്നുണ്ടോ. ഇത് ഇങ്ങനത്തെ കണ്ടോ, അതുപോലെ ഇരിക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ ടെക്സ്ചർ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം, എനിക്ക് സമയം കിട്ടുന്നില്ലതാ. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഇതേ ഈ ഒരു ഡ്രോപ്പ് ഞാൻ എടുത്തു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇത് അപ്ലൈ ചെയ്തത് പോലും ആക്ച്വലി നമുക്ക് മനസ്സിലാവില്ല. ഇറ്റ്സ് വെരി നാച്ചുറൽ. ഭയങ്കര ഒരു ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ട് നമ്മളൊന്ന് നല്ലപോലെ സ്മെല് ചെയ്ത് മാത്രമാണ് ഇതിന്റെ ഒരു മണമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് കോസ്മെറ്റിക്സിലൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്ട്സുകളിലൊക്കെ ഇങ്ങനെ മണം ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്തിട്ട് സ്മെൽ അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് കുറയുന്നുണ്ട് ഡാർക്ക് സ്പോട്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് വിസിബിൾ ആകും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സാധനം വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്യുന്നത് റെഡ്യൂസ് മാർക്ക് ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഈവൻ ഔട്ട് സ്കിൻ ടോൺ, അതായത് നിങ്ങളുടെ സ്കിൻ ടോണിനെ ഈവൻ ടോൺ ആക്കും എന്നുള്ളത് ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഡെയിലി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അത് പ്രോപ്പർ ആയിട്ട് ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ടും കാണാൻ വേണ്ടി പറ്റും. സോ ഇത് അങ്ങനെ ഒരു റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് ഒലിഗോപെപ്റ്റൈൽ 68+ ട്രാൻഎക്സാമിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കണ്ടന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ഒലിഗോപെപ്റ്റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കണ്ടന്റ് ശരിക്കും നമ്മുടെ കൊളാജിനെ എന്താ പറയാ, കൊളാജിൻ പ്രൊഡക്ഷനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഇപ്പൊ ഡാർക്ക് സ്പോട്ട് ആണെന്നുണ്ടെങ്കിലും അവിടെ കൊളാജിൻ പ്രൊഡക്ഷൻ ഒന്ന് കൂടുമ്പോൾ ഒന്ന് ലൈറ്റൻ ചെയ്യും സ്കിന്നിനെ. അതുപോലെ ഈവൻ സ്കിൻ ടോൺ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻഎക്സാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെലാസ്മ പോലുള്ള ഈ ഹൈപ്പർ പിഗ്മെന്റേഷന് നല്ല രീതിയിൽ റെഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്, നമുക്ക് ഈ ഒരു മെലാസ്മ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരുപാട് ആളുകൾ വന്ന് ചോദിക്കാറുണ്ട്, മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പൊ വരുന്നവർ നേരിട്ട് കാണുന്നവരാണെന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഈ ഡോട്ട് ഡോട്ട് പോലെ വരുന്നത് എന്ത് ചെയ്യും, അല്ലെ മെലാസ്മ കരിമംഗല്യം പോകുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഭയങ്കര എക്സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അതൊന്നും നിങ്ങൾ പോകുമെന്ന് വിചാരിക്കും, ചെറിയ എന്തെങ്കിലും ലെവൽ കുറയുമായിരിക്കും, പക്ഷെ കംപ്ലീറ്റ് ഒന്നും പോവില്ല, അതൊന്നും വിചാരിക്കരുത്. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2-3 ഡ്രോപ്സ് നമ്മൾ എടുക്കുക, അഫക്റ്റഡ് ഏരിയാസിൽ യൂസ് ചെയ്യുക, ട്വൈസ് എ ഡേ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാലാണ് പ്രോപ്പർ ആയിട്ട് ഒരു റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ആ രീതിയിൽ ചെയ്യുക. അഫക്റ്റഡ് ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്യാനാണ് അവർ പറയുന്നത്. ശരിക്കും ഞാനിത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുമായിരുന്നു,
ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഒക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിത് നൈറ്റ് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡേ ടൈം ഞാൻ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. എന്നാൽ പോലും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് 2 ടൈമിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് റിസൾട്ട് കിട്ടിയേനെ. സോ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇവരുടെ ഫോക്സ്റ്റൈലിന്റെ വെബ്സൈറ്റിലും എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത്, അതിനകത്തൊരു ബുക്ക്ലെറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രൈസ് ഓക്കെ, പ്രൈസ് വരുന്നത് 595 രൂപയാണ്. ഈ ഒരു എമൗണ്ട് ഒന്നും ആവില്ല കേട്ടോ ആമസോണിൽ നിന്നൊന്നും വാങ്ങിച്ചാല്. ഇനി ഇത് നമുക്ക് ഇവരുടെ ഇങ്ങനത്തെ ഒരു നോട്ട്, എല്ലാ സാധനങ്ങളുടെയും കൂടുതൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു നോട്ട് അവൈലബിൾ ആണ്. സോ നമുക്കിത് വായിച്ചു നോക്കാം. ഇതിനകത്ത് പറയുന്നത് റിസൾട്ട് വിസിബിൾ ആകും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫേസ് റിവ്യൂ ചെയ്യേണ്ടത്, നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയാണ് നമ്മൾ ഒരു സാധനം റിവ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സാധനം അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ഫിൽറ്റർ ഒന്നും ഇടാണ്ട് നോർമൽ ആയിട്ടൊരു പിക്ക് നമ്മുടെ ഫേസിൽ നിന്ന് എടുക്കുക. എപ്പോഴും നമ്മൾ ബാക്ക് ക്യാമറ എടുക്കുക. കാരണം നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഫിൽറ്റർ ഇട്ടില്ലെങ്കിലും നാച്ചുറൽ ആയിട്ട് ഒരു ഫിൽറ്റർ വന്നിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പിക്ചർ എല്ലാം വരുന്നത്. ഒരു ബാക്ക് ക്യാമറ പിക്ക് എടുത്ത് നമ്മൾ നമ്മുടെ കവിളൊക്കെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കവിളിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു പിക്ക്, ഈ ഒരു സൈഡിൽ നിന്ന് ഒരു ക്ലിക്ക് എടുത്തിട്ട് നമ്മൾ വയ്ക്കുക. ദെൻ ഒരു 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ എഗെയിൻ ഒരു പിക്ക് എടുക്കുക, എന്നിട്ട് ഇത് കമ്പയർ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് റിവ്യൂ. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇത് ഇന്നെടുത്തു നാളെ എടുത്തു മറ്റന്നാളെടുത്തു നിർത്താൻ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാര്യം നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് ഒന്നും നമ്മുടെ കണ്ണിലൊന്നും അത്രയ്ക്ക് മനസ്സിലാവില്ല. സോ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 4 to 5 days ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം മനസ്സിലാവും. അത് ഈ പ്രൊഡക്റ്റ് എന്നല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ രീതിയിൽ നമുക്ക് റിവ്യൂ ചെയ്യാം, നമുക്ക് ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത്. ഇനി ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് അലർജി ഉണ്ടായി, ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഇങ്ങനെ എന്താ പറയുന്നത് ബ്രേക്ക്ഔട്ട്സ് പോലെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്ന കേസുകൾ എന്ന് വെച്ചാൽ പലരുടെയും സ്കിൻ ടൈപ്സ് വേറെ വേറെയാണ്. ഇപ്പൊ എന്റെ സ്കിൻ ടൈപ്സ് ആയിരിക്കില്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്സ്, മനസ്സിലായി. അപ്പൊ ഞാൻ എന്റെ രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഓൾ സ്കിൻ ടൈപ്സിന് ഇത് സ്യൂട്ടബിൾ ആണ്. എങ്കിൽ പോലും ചില ആളുകൾക്ക് എന്തുണ്ടാവും, ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അലർജി ഉണ്ടാവും. ചിലർക്ക് ചെറിയ ചെറിയ ബമ്പു പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുരുക്കൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ അതിപ്പോ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് എന്താണോ നിങ്ങൾ പെട്ടെന്ന്, അതായത് യൂസ് ചെയ്യാൻ തുടങ്ങിയ സാധനം നിങ്ങൾ മീൻസ് ഈ ഒരു കഴിഞ്ഞ 2 ദിവസത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി പുതിയതായിട്ട് നിങ്ങളുടെ ഫേസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. then നിങ്ങൾ ചെറുതായിട്ട് ഐസ് ക്യൂബ് എന്തെങ്കിലും റബ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് എടുത്ത് ഐസ് ക്യൂബ് വെക്കണം എന്നല്ല പറയുന്നത്, ഒരു ചെറിയ കോട്ടണിൽ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് ജസ്റ്റ് വെക്കുക, അല്ലെങ്കിൽ കയ്യിലൊന്നും ഇങ്ങനെ ഐസ് ക്യൂബ് ഇങ്ങനെ ആക്കിയിട്ട് ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരു 1 വീക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എഗെയിൻ ഒരു പാച്ച് ടെസ്റ്റ് വല്ലതും നോക്കിയിട്ട് പിന്നെയും നിങ്ങൾ റീഅപ്ലൈ ചെയ്ത് നോക്കുക. കാര്യം നിങ്ങൾ വാങ്ങിച്ചു, നിങ്ങൾക്ക് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾ ഒരിക്കൽ കൂടെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഫേസ് ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കുക. എഗെയിൻ നിങ്ങൾ ഇങ്ങനെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ചില ഫുൾ ഏരിയയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ചില ഏരിയാസിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക കംപ്ലീറ്റ്, പിന്നെ അത് യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ എഗെയിൻ റീയൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപും ഇവരുടെ ഈ ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഇവർ പറയുന്നുണ്ട് ബിഫോർ നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം എന്നുള്ളത്. നമ്മുടെ കൈയിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഇയറിന്റെ ഈ ഒരു ബാക്കിലായിട്ടോ നമ്മൾ കുറച്ചൊരു എമൗണ്ട് സാധനം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 24 hours നിങ്ങൾ വിടുക. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുതെന്ന് ഇവർ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ടാർഗറ്റ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ, അൺഈവൻ സ്കിൻ ടോൺ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്ലെൻസർ യൂസ് ചെയ്തതിനു ശേഷം ഒക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ എഗെയിൻ ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനിടയിൽ കൂടെ കയറ്റി ഇതും കൂടെ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതൊരു സെറം ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ്. സോ ഞാനൊരു വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗാർണിയറിന്റെ, അത് ഞാൻ ഉടനെ തന്നെ അതിന്റെ റിവ്യൂ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മോർണിംഗിൽ ഇത് യൂസ് ചെയ്യാണ്ട് നൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അറ്റ് എ ടൈം നമ്മൾ ഒരു സെറം മാത്രം ഫോളോ ചെയ്യാം, അല്ലാണ്ട് 2 സെറം ഒന്നിട്ട് കൂട്ടി കുഴക്കരുത്. അതിനുശേഷം മോയ്സ്ചറൈസർ, ഇപ്പൊ ഇത് യൂസ് ചെയ്തതിനു ശേഷം മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ നിങ്ങളുടെ മേക്കപ്പോ അങ്ങനെ പോകാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇത് pH ടെസ്റ്റ് 5.5 to 6.5 ആണ്. വീഗൻ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. എല്ലാം പറഞ്ഞു ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിത്തോളം നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവരാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. കാര്യം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സ്ഥിരം ആൾക്കാരും ഉണ്ട്, കമന്റ് ഇട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.